സ്വാശ്രയ കോളേജുകളിലെ പ്രവർത്തനം പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കും. അക്കാദമിക് നിലവാരവും കോളേജുകളുടെ നിയന്ത്രണവും സമിതി പരിശോധിക്കും. 4 വൈസ് ചാൻസലർമാരുടെ സമിതിയാകും ഇന്റേണൽ മാർക്കിന്റെ പ്രശ്നങ്ങൾ പഠിക്കുക. എല്ലാ സ്വാശ്രയ കോളേജുകളിലും PTA-യും വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനവും വേണമെന്നും തീരുമാനമായി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, യോഗം സമാപിച്ചു എന്ന് കരുതുന്നു. എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ? ജോർജറ്റ്, സ്വാശ്രയ കോളേജുകളുടെ വിഷയത്തിൽ ശക്തമായ ഇടപെടലിനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ തീരുമാനവും ആയിരിക്കുന്നത്. കോളേജുകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായി ഒരു ഉന്നതതല സമിതിയെ രൂപീകരിക്കാനാണ് ഇന്ന് ചേർന്ന VC-മാരുടെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. കോളേജുകളുടെ നിയന്ത്രണവും അക്കാദമിക് നിലവാരവും സമിതി പരിശോധിക്കുന്നതായിരിക്കും. അതിനു പുറമെ വിദ്യാർത്ഥികളെ ഇന്റേണൽ മാർക്ക് നൽകുന്നതിൽ വലിയ തോതിൽ മാനേജ്മെന്റുകൾ പീഡിപ്പിക്കുന്നതായി മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇന്റേണൽ മാർക്കിന്റെ മാനദണ്ഡം പരിഷ്കരിക്കാനായി 4 അംഗ VC-മാരുടെ സമിതിയെ നിയോഗിക്കാനും യോഗം തീരുമാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്കായിരിക്കും ഈ സമിതിയുടെ മേൽനോട്ടം വഹിക്കേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും. സ്വാശ്രയ കോളേജുകളുടെ വിഷയത്തിൽ നിലവിലെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സർവകലാശാലകൾ ശക്തമായ രീതിയിൽ ഇടപെടണമെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ എല്ലാ കോളേജുകളിലും PTA-യുടെയും അതോടൊപ്പം തന്നെ കോളേജ് യൂണിയന്റെയും പ്രവർത്തനം ഉറപ്പാക്കണമെന്നും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിനു പുറമെ യൂണിവേഴ്സിറ്റികളിലെ സർവകലാശാല ഭരണസമിതികൾ ഓരോരോ സ്വാശ്രയ കോളേജുകളിലും അവരുടേതായ സമിതികൾ പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധനകൾ ശാസ്ത്രീയമായി ഇത് ഉറപ്പാക്കാൻ, ക്രമക്കേടുകൾ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പാക്കാൻ വേണ്ടി സർക്കാർ ഈ സമിതികളിൽ ഒരു മേൽനോട്ടം വഹിക്കുന്നതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ സർക്കാർ ഇടപെടുമെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും സ്വാശ്രയ കോളേജുകളുടെ വിഷയത്തിൽ ശക്തമായ ഇടപെടലിനാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഷീജ, ഈ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാനാണോ തീരുമാനമായിരിക്കുന്നത്? ഈ അധ്യയന വർഷം തന്നെ ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? അത്തരം വിവരങ്ങൾ. തീർച്ചയായും അടിയന്തരമായി ഈ വിഷയങ്ങളിൽ പരിശോധനകൾ ആരംഭിക്കാൻ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 4 അംഗ VC-മാരുടെ സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. VC-മാർ ആരൊക്കെ എന്നുള്ളത് സംബന്ധിച്ചൊരു തീരുമാനം ഉടൻ തന്നെ കൈക്കൊള്ളുന്നതായിരിക്കും. തുടർന്ന് അവർ ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തി പരിഷ്കരണം നടത്തണമെങ്കിൽ പരിഷ്കരണം നടത്താൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി യൂണിയനുകളുടെ ആവശ്യം യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഇന്റേണൽ മാർക്ക് സംബന്ധിച്ചുള്ള വിഷയത്തിൽ വലിയ തോതിൽ മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ പറഞ്ഞത് ഇന്റേണൽ മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകൾ വലിയ തോതിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് വ്യക്തമായ തെളിവുകളും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ സർവകലാശാല VC-മാരോട് ആവശ്യപ്പെട്ടത്. 9 VC-മാരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ആ ഒരു ഘട്ടത്തിലാണ് 4 അംഗ VC-മാരുടെ ഒരു സമിതിയെയും അടിയന്തരമായി നിയോഗിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചത്. ജോർജറ്റ്, നന്ദി ഷീജ. ലോ അക്കാദമി പ്രശ്നത്തിൽ ADM-ന്റെ നേതൃത്വത്തിൽ സമരക്കാരും മാനേജ്മെന്റും നടത്തിയ ചർച്ച പരാജയം. ലക്ഷ്മി നായരെ പൂർണ്ണമായും പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പലിനെ പുറത്താക്കിയതായി ADM-ന്റെ അധ്യക്ഷതയിൽ എഴുതി നൽകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. നാളെ വീണ്ടും ചർച്ച നടക്കും. വിവരങ്ങളുമായി ജിതിൻ ചേരുകയാണ്. ജിതിൻ, ഇരുപക്ഷവും നിലപാടിൽ ഉറച്ചു നിന്നതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. വിവരങ്ങൾ. തീർച്ചയായും ജോർജറ്റ്, വിദ്യാർത്ഥികളും മാനേജ്മെന്റുകളും തങ്ങൾ നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയായിരുന്നു. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ലക്ഷ്മി നായർ രാജിവെക്കുക, അല്ലെങ്കിൽ സ്ഥിരമായി അവരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും മാനേജ്മെന്റ് നീക്കിയതായി ADM-ന്റെ അധ്യക്ഷതയിൽ തങ്ങൾക്ക് എഴുതി നൽകുക എന്നീ ആവശ്യങ്ങളാണ് ഇന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ വെച്ചത്. ADM-ന്റെ സാന്നിധ്യത്തിലാണ്, അധ്യക്ഷതയിലാണ് ഇന്ന് കളക്ടറേറ്റിൽ യോഗം നടന്നത്. 2 മണിക്കൂറിലേറെ നീണ്ട യോഗമാണ് ഒരു തീരുമാനവുമാകാതെ പിരിഞ്ഞത്. ഒപ്പം തന്നെ നേരത്തെ SFIക്ക് നൽകിയ ഉറപ്പുകളുടെ മിനിറ്റ്സും ഇന്ന് മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ മിനിറ്റ്സ് നിലവിൽ യോഗത്തിൽ മാനേജ്മെന്റിന് ഹാജരാക്കാനായില്ല. നാളെ വീണ്ടും യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ മിനിറ്റ്സ് ഹാജരാക്കാമെന്നാണ് വിദ്യാർത്ഥി പ്രതിനിധികളോട് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞത്. ഒപ്പം യോഗത്തിന് ശേഷം മാനേജ്മെന്റ് പ്രതിനിധി നാരായണദാസ് നമ്മോട് പ്രതികരിച്ചത് നേരത്തെ നൽകിയ വിശദീകരണങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥി സംഘടനകളോട് ആവർത്തിച്ചു എന്നത് മാത്രമാണ്. അതേസമയം തന്നെ തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് യോഗത്തിന് ശേഷം വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി. ഒന്നുകിൽ പ്രിൻസിപ്പൽ രാജിവെക്കുക, അല്ലെങ്കിൽ സ്ഥിരമായി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ പുറത്താക്കിയതായി മാനേജ്മെന്റ് പ്രതിനിധികൾ എഴുതി നൽകുക, അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം വിളിച്ചുകൊണ്ട് ചർച്ച നടത്തുക എന്ന ആവശ്യങ്ങളാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും നാളെ ADM-ന്റെ അധ്യക്ഷതയിൽ വീണ്ടും ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. നാളെ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതകളുണ്ടോ ഏതെങ്കിലും ഭാഗത്ത് നിന്ന്?
നാളെയും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. നാളെ ഈ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിക്കണം എന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥികൾ ഉറച്ചു നിൽക്കുകയാണ്. മാനേജ്മെന്റിന്റെ നിലപാടാണ് ഇനി ഇക്കാര്യത്തിൽ നിർണായകമാവുക. തങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം തന്നെ നേരത്തെ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഇപ്പോഴും വിദ്യാർത്ഥികൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ആ ആവശ്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുകയുമാണ്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോ അക്കാദമിക്ക് മുന്നിൽ ഇപ്പോൾ നടക്കുന്ന സമരം അനാവശ്യമെന്ന് ഡയറക്ടർ നാരായണൻ നായർ പ്രതികരിച്ചു. നമുക്ക് ആദ്യം ബോധ്യം തീരുവതല്ലേ ഞാൻ വിചാരിച്ചത്. കാരണം സമരമില്ലാത്ത കോളേജല്ലേ ഇത്, ഒരു കാര്യമില്ലായല്ലേ സമരം തുടങ്ങിയത്, ഒരു കാര്യമില്ല. കാരണം അക്ബർ കോളേജിൽ അതിനെ പ്രതിഷേധിക്കാൻ കൂടി ലോകത്തെ സ്ഥാനം കിട്ടിയത് പ്രസംഗിക്കാൻ സമയം കിട്ടിയത് വളരെ എനിക്കൊരു അവസരമാണ് വിളിച്ചത്. അപ്പോൾ അത് 2 ദിവസം കൂടെ തീരുമെന്ന് വിചാരിച്ചതല്ലേ, അതുപോലെ പ്രതിനുള്ള ഫോഴ്സെ കൂടെ കുത്തിപ്പൊക്കിയില്ലേ ഇത്രയും ഉണ്ടാക്കിയത്. ലോ അക്കാദമി വിഷയത്തിൽ പ്രിൻസിപ്പാളിന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കെ മുരളീധരൻ എം.എൽ.എ. SFIയെ മാത്രം വിളിച്ച് ചർച്ച നടത്തി ഒത്തുതീർപ്പാക്കിയത് അംഗീകരിക്കാനാകില്ലെന്നും അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചുകൊണ്ട് കെ മുരളീധരൻ വ്യക്തമാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മാനേജ്മെന്റുമായിട്ടുള്ള തർക്കം ഉണ്ടാകുമ്പോൾ എല്ലാവരും ചർച്ചയ്ക്ക് വിളിക്കണ്ട. ആദ്യം ബഹിഷ്കരിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കൂട്ടരെ മാത്രം വിളിക്കുകയാണ്. പിറ്റേന്ന് വീണ്ടും ചർച്ചയ്ക്ക് ഔപചാരികമായിട്ട് ക്ഷണിച്ചിട്ടില്ല. ക്ഷണിച്ചത് SFIനെ മാത്രം. ഒരു കരാറുണ്ടാക്കിയെന്ന് ഒരു കൂട്ടർ വന്ന് വായിച്ചാൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ ഇവിടെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ? അത് വിശ്വസിക്കാൻ തക്കവണ്ണം മൂഢന്മാരാണോ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ? ഏതായാലും ഒരു കാര്യമാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്, ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ, ഇങ്ങനെ ആളുകളെ പറ്റിക്കാനാണ് മാനേജ്മെന്റ് ശ്രമമെങ്കിൽ ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ നാട്ടുകാർക്കും സാധ്യമല്ല, ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും സാധ്യമല്ല. ലോ അക്കാദമിയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ലോ അക്കാദമിയിലെ ഭൂമി സംബന്ധിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിജിലൻസ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറുടെയും തഹസീൽദാറുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. നേരത്തെ VS അച്യുതാനന്ദന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭൂമി സംബന്ധിച്ച് അന്വേഷിക്കാൻ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉത്തരവിട്ടിരുന്നു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത്. ലോ അക്കാദമി വിഷയത്തിൽ ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് KSU ABVP മാർച്ച് നടത്തി. KSU പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. ലാത്തിചാർജിൽ 3 പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിച്ചു. ഉപരോധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതേസമയം ABVP പ്രവർത്തകരുടെ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മറ്റക്കര ടോംസ് കോളേജിന്റെ 2017-2018 വർഷത്തെ പ്രവേശനം റദ്ദാക്കി. തിരുവനന്തപുരത്ത് ചേർന്ന സാങ്കേതിക സർവകലാശാല എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. കോളേജിൽ അന്വേഷണത്തിന് നിയോഗിച്ച സർവകലാശാല ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും നിയമങ്ങൾ ലംഘിച്ചാണ് കോളേജ് നടത്തുന്നതെന്നും സാങ്കേതിക സർവകലാശാല ഉപസമിതി നടത്തിയ തെളിവെടുപ്പിൽ കണ്ടെത്തിയിരുന്നു. ടോംസ് കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ട്രാൻസ്ഫർ വേണ്ടവർക്ക് മറ്റു കോളേജുകളിലേക്ക് മാറാം. ഇതിന് ടോംസ് കോളേജിന്റെ NOC ആവശ്യമില്ല. സർവകലാശാല തന്നെ NOC നൽകും. ഈ വർഷം കോളേജിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടരാം. വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി ഈ വർഷം അഫിലിയേഷൻ റദ്ദാക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ AICTEയുമായി ആലോചിച്ച് തീരുമാനിക്കും. അതേസമയം കോളേജിന്റെ അഫിലിയേഷൻ പുതുക്കേണ്ടെന്ന് എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചാലും അഫിലിയേഷൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് AICTEക്ക് അപേക്ഷ നൽകിയാൽ കോളേജിന് അടുത്ത വർഷവും പുതിയ ബാച്ചിന് പ്രവേശനം നൽകാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSRTCയിൽ ഒരു വിഭാഗം സംഘടനകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്ക് നടത്തും. കോൺഗ്രസ് സംഘടനയായ TDFും BMSന്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘവും AITUCയും പണിമുടക്കിൽ പങ്കെടുക്കും. അതേസമയം 7-ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകാമെന്ന മന്ത്രിയുടെ ഉറപ്പിന്മേൽ CITU സമരത്തിൽ നിന്ന് പിന്മാറി. ശമ്പളത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയ ശേഷവും സമരവുമായി മുന്നോട്ട് നീങ്ങുന്നത് നിരുത്തരവാദപരമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. പ്രധാന പ്രശ്നങ്ങളിൽ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായ കൃത്യനിഷ്ഠതയോടുകൂടിയ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷവും നടത്തുന്ന സമരം KSRTCയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല ഉതകുക. അത് KSRTCയുടെ ഉത്തമ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. ഈ സമരത്തിൽ, ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ് നിഷേധാത്മകമായ നിലപാടല്ല സ്വീകരിച്ചത്. അവർ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങളോട് ഏറ്റവും ഫലപ്രദമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ കാര്യം ബന്ധപ്പെട്ടവരെല്ലാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഇനി ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ സമരം നടത്തുന്നതിന് മറ്റൊരു ന്യായീകരണവും ഇല്ല എന്നവർ മനസ്സിലാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം കൊച്ചിയിൽ ആരംഭിച്ചു. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഗോപാൽ ഗൌഡ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മേഖലയിലും സംവരണം ഏർപ്പെടുത്തുകയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള മാർഗമെന്ന് അദ്ദേഹം പറഞ്ഞു. 24 സംസ്ഥാനങ്ങളിൽ നിന്നായി 780 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റ് എം.ബി. രാജേഷ് എം.പി. പ്രതിനിധി സമ്മേളന വേദിയായ രോഹിത് വെമുല നഗറിൽ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. സമ്മേളനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഗോപാൽ ഗൌഡ ഉദ്ഘാടനം ചെയ്തു. മതേതരത്വത്തിന് നേരെയുള്ള ഭീഷണിയും തൊഴിലില്ലായ്മയുമാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സ്വകാര്യ മേഖലയിലും സംവരണം നടപ്പിലാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. Unemployment problem is a great crisis which is being faced by the youth of this country. Therefore, the successive governments have failed in framing the policies to achieve the constitutional goal to build a new India, to make vibrant India, to develop India. They are unable to solve the unemployment problem in this great country despite great resources, natural resources. The governments have failed to redress the unemployment problem in the country. The Democratic Youth Federation of India must step in and check out a program, and across the country you are required to fight for the employment. അധികാരം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് മക്സസെ അവാർഡ് ജേതാവ് ബസ്വാഡ വിൽസൺ പറഞ്ഞു. സംഘപരിവാർ കൊല ചെയ്ത ഗോവിന്ദ് പൻസാരയുടെ മകൾ പ്രൊഫസർ മേഘ പൻസാരെ, നരേന്ദ്ര ധാബോൽക്കറുടെ മകൻ ഹമീദ് ധാബോൽക്കർ, MA ബേബി, JNU, ഹൈദരാബാദ്, പൂനെ സർവകലാശാലകളിലെ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, പ്രൊഫസർ MK സാനു തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരും എത്തിയിരുന്നു. 24 സംസ്ഥാനങ്ങളിൽ നിന്നായി 750 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പോർച്ചുഗൽ, ക്യൂബ, ബംഗ്ലാദേശ്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സൗഹാർദ്ദ പ്രതിനിധികളും സമ്മേളനത്തിനെത്തിയിട്ടുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി. അഹമ്മദിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. അഹമ്മദിന്റെ മൃതദേഹം ജന്മനാടായ കണ്ണൂരിലെ ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഖബറടക്കം നടന്നത്. ആയിരങ്ങളാണ് അഹമ്മദ് സാഹിബിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കണ്ണൂരിലേക്ക് ഒഴുകിയെത്തിയത്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന അഹമ്മദിന്റെ മൃതദേഹം രാത്രി 12 മണിയോടെയാണ് ജന്മനാടായ കണ്ണൂരിലെ സിതാരയിൽ എത്തിച്ചത്. ബന്ധുക്കളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ച ശേഷം രാവിലെ 8:30 കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, നേതാക്കൾ VM സുധീരൻ, PC ചാക്കോ, PK കുഞ്ഞാലിക്കുട്ടി, ചെർക്കളം അബ്ദുള്ള, PK കൃഷ്ണദാസ്, CKP പത്മനാഭൻ, PK ശ്രീമതി, KM മാണി, KC വേണുഗോപാൽ, ജോസ് കെ മാണി, KPA മജീദ് തുടങ്ങിയവർ അന്തിമോപചാരങ്ങൾ അർപ്പിച്ചു. ദീനുൽ ഇസ്ലാം സ്കൂൾ പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം 11:30 സിറ്റി ജമാഅത്ത് പള്ളിയിൽ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം 12 മണിയോടെ ജമാഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ അഹമ്മദിന്റെ മൃതദേഹം ഖബറടക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തിരുവനന്തപുരത്ത് മകൻ അമ്മയെ കുത്തി 35 വയസ്സുള്ള അമ്മ ദീപയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീപ അപകടനിലം തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. +2 വിദ്യാർത്ഥിയായ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. 35 വയസ്സുള്ള ദീപയെ +2 വിദ്യാർത്ഥിയായ മകനാണ് കയ്യിലുണ്ടായിരുന്ന കോമ്പസ് വെച്ച് കുത്തിയത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കുത്തിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മയും മോനും ഇവിടെ നിന്ന് സംസാരിച്ചു. അപ്പം സംസാരിക്കണേൽ കയർപ്പുണ്ടായിരുന്ന കണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കയർപ്പ് കണ്ടപ്പോൾ എനിക്ക് നിന്ന നിപ്പിൽ തന്നെ ഇതെടുത്ത് കോമ്പസ് എടുത്ത് ഒരൊറ്റ കുത്ത്. ദീപയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീപ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. തിരുവനന്തപുരം പുളിയറക്കോണം സ്വദേശികളാണ് അമ്മയും മകനും. മകനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. മകൻ ലഹരിക്കടിമയാണെന്നും മാനസികാസ്വാസ്ഥ്യമുള്ളതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയം SME കോളേജിൽ പൊള്ളലേറ്റ് മരിച്ച വിദ്യാർത്ഥിനി ലക്ഷ്മിയുടെ മൃതദേഹം ഹരിപ്പാട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അതേസമയം ആദർശിന്റെ മൃതദേഹം കൊല്ലം നീണ്ടകരയിലെ വീട്ടിൽ രാത്രി 8 മണിയോടെ സംസ്കരിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. രാവിലെ 8 മണിയോടെ തുടങ്ങിയ ഇൻക്വസ്റ്റ് നടപടികൾ 10 മണിയോടെ പൂർത്തിയായ ശേഷം ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടമാണ് ആദ്യം ആരംഭിച്ചത്. സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ മെഡിക്കൽ കോളേജിൽ മുന്നിലെത്തിയിരുന്നു.
11 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ലക്ഷ്മിയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വദേശമായ ഹരിപ്പാടേക്ക് കൊണ്ടുപോയി. SME കോളേജിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ തീരുമാനം മാറ്റുകയായിരുന്നു. ലക്ഷ്മിയുടെ മൃതദേഹം കൊണ്ടുപോയതിനു ശേഷമാണ് ആദർശിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയത്. പിതാവും ബന്ധുക്കളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി കൊല്ലം നീണ്ടകരയിലേക്ക് കൊണ്ടുപോയി. സംഭവം നടന്നതിന് പിന്നാലെ ഇന്നലെ തന്നെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് ഇരുവരുടെയും മരണമൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. സംഭവം നടന്ന കോളേജിലെ ലൈബ്രറിയിൽ ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയിരുന്നു. അതിദാരുണമായ ദുരന്തം നടന്നതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും SME കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. തിങ്കളാഴ്ച വരെ കോളേജിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരത്ത് മാറ്റി സ്ഥാപിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് വിദ്യാർത്ഥിനികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പൂട്ടി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ നിന്ന് നന്ദൻകോട്ടേക്ക് മാറ്റി സ്ഥാപിച്ച ഔട്ട്ലെറ്റാണ് തുറന്ന ദിവസം തന്നെ പൂട്ടേണ്ടി വന്നത്. ദേശീയപാതയോരത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാർച്ച് 31-നകം മാറ്റിസ്ഥാപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കറി ജംഗ്ഷനിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് നന്ദൻകോട്ടയ്ക്ക് മാറ്റിസ്ഥാപിച്ചു. ഔട്ട്ലെറ്റിനെതിരെ ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹോളി ഏഞ്ചൽ സ്കൂളിലെ കുട്ടികൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരരംഗത്തേക്കെത്തി. എല്ലാവർക്കും കൂടി വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാം. കാരണം കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഈ വഴി കൂടിയാണ് അവർ നടക്കുന്നതും എല്ലാം. അപ്പോൾ ഇങ്ങനെ മദ്യപാനികൾ ഈ വഴിയൊക്കെ നടക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എന്തും നടക്കും എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ജനവാസ കേന്ദ്രത്തിലാണ് ഔട്ട്ലെറ്റ് സ്ഥാപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരും സമരരംഗത്തെത്തി. കൊച്ചുകുട്ടികളുടെ കടുത്ത പ്രതിഷേധത്തിന് മുന്നിൽ അധികൃതർ മുട്ടുമടക്കി. നഗരസഭാ അധികൃതർ എത്തി ഔട്ട്ലെറ്റ് പൂട്ടി സീൽ ചെയ്തു. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് 25ഓളം ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി 150ഓളം ഔട്ട്ലെറ്റുകളാണ് മാറ്റിസ്ഥാപിക്കാനുള്ളത്. മാറ്റിസ്ഥാപിക്കുന്ന ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ നാട്ടുകാർ പ്രക്ഷോഭവുമായി എത്തുന്നതിനാൽ ബിവറേജസ് MD പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അധ്യാപകരുടെ അധ്യാപകനായി മമ്മൂട്ടി എത്തുന്നു. ശ്യാംധർ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ചിത്രത്തിലാണ് മമ്മൂട്ടി ഏറെ പുതുമകളുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സെവൻത് ഡേ എന്ന പൃഥ്വിരാജ് ചിത്രത്തിന് ശേഷം ശ്യാംധർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകനായി വേഷമിടുന്നത്. കുടുംബചിത്രത്തിൽ ആശാ ശരത്ത് നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിന്റെ പേരും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരും പിന്നീടാണ് പുറത്തുവിടുക എന്ന് സംവിധായകൻ ശ്യാംധർ പറഞ്ഞു. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്, കളർഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. കുറച്ച് നല്ല ചിന്തകളും തമാശകളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആയിരിക്കും ഈ സിനിമ. ഇത്തിരി കൗശലക്കാരനായിട്ടുള്ള കുറച്ച് കൗതുകം നിറഞ്ഞ ഒരു കഥാപാത്രമാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പം റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പറ്റം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ പങ്കുചേരുന്നുണ്ട് മമ്മൂക്കയോടൊപ്പം. ഇടുക്കിക്കാരനായ മമ്മൂട്ടി കഥാപാത്രം കൊച്ചിയിലേക്ക് അധ്യാപക പരിശീലകനായി എത്തുന്നതും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. യുവ എഴുത്തുകാരൻ രതീഷ് രവിയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. MSA സിനിമയുടെ ബാനറിൽ B രാഗേഷും മുഹമ്മദ് സലീമും നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കൊച്ചിയിൽ നടന്നു. നടൻ സിദ്ദിഖ്, നിർമ്മാതാവ് ആൻഡോ ജോസഫ്, മുൻ MP P രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂർ കൂട്ടുമുഖം പന്നിയാലിൽ ഗുരുതര വൃക്കരോഗം ബാധിച്ച കാരക്കണ്ടി രാഘവൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. കഴിഞ്ഞ 6 വർഷമായി വൃക്കരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന രാഘവനെ സഹായിക്കാനായി നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠപുരം മുനിസിപ്പൽ വൈസ് ചെയർമാൻ നിഷിത റഹ്മാന്റെ നേതൃത്വത്തിലാണ് ചികിത്സാ സഹായനിധി രൂപീകരിച്ചിരിക്കുന്നത്. സുമനസ്സുകൾക്ക് കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് ശ്രീകണ്ഠപുരം സായന ശാഖയിൽ കാരക്കണ്ടി രാഘവൻ ചികിത്സാ കമ്മിറ്റിയുടെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടിൽ സഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. സിറ്റി കേബിൾ കേരള ഹെഡും സെയിൽസ് ആൻഡ് ഓപ്പറേഷൻ AGM-ഉമായ S ഹരികുമാർ നിര്യാതനായി. 49 വയസ്സായിരുന്നു. മുൻ സ്റ്റേറ്റ് ഗ്രിഡ് കൺട്രോളർ CG സുകുമാരൻ നായരുടെ മകനാണ്. മിനിയാണ് ഭാര്യ. ഗോവിന്ദ്, മാധവ് എന്നിവർ മക്കളാണ്.